പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖല കൂടിയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും സർക്കാരിൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉത്തരവാദിത്തപ്പെട്ട തലങ്ങളിൽ നിന്ന് തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് ഇപ്പോൾ ഗവർണർ ചാൻസലറുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും ചാൻസലർ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ വർധനവിനുള്ള പരിശ്രമങ്ങളിൽ സർക്കാരിനൊപ്പം നിൽക്കേണ്ട വ്യക്തിയാണ്. പക്ഷേ അതിനെതിരായ ദിശയിലുള്ള നടപടികളാണ് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പൊതുവിൽ കേരളത്തിൻ്റെ നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കാനാണ് അദ്ദേഹത്തിൻ്റെ പരിശ്രമം എന്നുള്ളത് സുവ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത് വളരെ കഷ്ടമാണ്, നിർഭാഗ്യകരമാണ്. യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ വളരുന്ന തലമുറയ്ക്ക് എല്ലാവിധ പശ്ചാത്തല സഹായങ്ങളും ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ഇച്ഛാശക്തിയാണ് സർക്കാർ പ്രകടിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കി അതോടൊപ്പം നിൽക്കുന്നതിന് പകരം അതിനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു അജണ്ട എന്നോണം പല രൂപത്തിലും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പിന്തുടരുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ നടപ്പാക്കാൻ കഴിയാത്തതിന്റെ ഒരു പ്രശ്നമാണോ അദ്ദേഹത്തിന്റെ നടപടികളിൽ കാണാൻ കഴിയുന്നത്? തീർച്ചയായും അതിലുള്ള ഒരു ഇച്ഛാഭംഗം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് മാത്രമല്ല, ഇതുപോലെ മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും ഗവൺമെന്റിനെയും ഒക്കെ ഇകഴ്ത്തി പറയുന്ന ഒരു ഗവർണർ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. യഥാർത്ഥത്തിൽ പരസ്പരം ഊഷ്മളമായൊരു ബന്ധമാണ് ഉണ്ടായിരിക്കേണ്ടത്, ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പാണ് ഉണ്ടാകേണ്ടത്. പരസ്പര ബഹുമാനത്തോടു കൂടിയാണ് ഈ രണ്ട് സംവിധാനങ്ങളും പ്രവർത്തിക്കേണ്ടത്. അതുമാത്രമല്ല, പരസ്പര സഹായം ഫെഡറൽ പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇന്ത്യയിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആ അടിസ്ഥാനത്തിലുള്ള യാതൊരുവിധ പരിഗണനയും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളെടുക്കുന്ന എല്ലാ പോസിറ്റീവ് സ്റ്റെപ്സിനെയും എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നത്. അത് വളരെ നിർഭാഗ്യകരമാണ്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ. അവിടെ VC സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ കൊടുക്കണമെന്ന അജണ്ട വെച്ചിട്ടാണ് ഗവർണർ ആ യോഗം ചാൻസലർ ആ യോഗം വിളിച്ചതുമൊക്കെ. ആ യോഗത്തിന്റെ നിയമപരമായ സാധുത എങ്ങനെയാണ്? നമ്മൾ എങ്ങനെയാണ് അതിനെ അങ്ങനെയുള്ള നീക്കങ്ങളെ കാണേണ്ടത്? നിയമപരമായ സാധുതയൊക്കെ പരിശോധിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ പ്രമേയം അത് പാസ്സാക്കുകയൊക്കെ ചെയ്തല്ലോ അവിടെയല്ലേ? അവിടെ നടന്ന നടപടികൾ എന്താണെന്ന് ഞാൻ ഇതിനകം മാധ്യമങ്ങളോട് പലതവണ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അത് സംബന്ധിച്ച് ഈ നമ്മുടെ സർവകലാശാലകളുടെ പരമോന്നത ജനാധിപത്യ വേദിയാണ് സെനറ്റ്. അപ്പോൾ ആ സെനറ്റിൻ്റെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ ചവിട്ടി മെതിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല.